ഒരു സ്റ്റാർ ഇല്ലാത്തൊരു പടം ആളുകളിലേക്ക് എത്തിക്കാൻ അത്രയും അഗ്രസീവായിട്ടുള്ള മാർക്കറ്റിംഗ് വേണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സിനിഫൈൽസിൻ്റെ ഇടയിൽ ഓക്കെ, ഇപ്പോൾ ഒരു ഫിലിം മേക്കർ നോക്കിയിട്ട് പോയി കാണുന്ന നമ്മുടെ ഒരു മെജോറിറ്റി ഓഡിയൻസ് അതല്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ടർ ഏരിയാസിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ബസ്സിൽ പോകുമ്പോൾ പോസ്റ്റർ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊരു സ്റ്റാർ കാണുമ്പോൾ അന്ന് ഇന്നൊരു പടത്തിന് പോവാം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അവരിലേക്കും ഈ പറഞ്ഞ പോലെ എത്തണമെങ്കിൽ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ തന്നെയാണ് അതിന്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവരുടെ കയ്യിലും സ്മാർട്ട് ഫോണും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉള്ളതുകൊണ്ട് അതിൽ ഒരു അഗ്രസീവായിട്ടുള്ള മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആളുകളിലേക്ക് എത്താൻ. എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റ്. അല്ല, അതിന് ഈ പറഞ്ഞ സ്റ്റാർ ഭയങ്കര ഒരു ഗുണം ചെയ്യും. ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ, സ്റ്റാർ ഉണ്ടെങ്കിൽ വളരെ ഈസിലി നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ഒരു സംവിധായകന്റെ നിലനിൽപ്പ് ശരിക്കും തീരുമാനിക്കുന്നത് ഈ ഒരു സ്റ്റാർ ആയിരിക്കും. അങ്ങനെയൊന്നുമല്ല, ഇൻഡസ്ട്രിയുടെ ഒരു സാമ്പത്തിക സമവാക്യങ്ങൾ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം സ്റ്റാർഡം തന്നെയാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് വേറൊരു സംവാദത്തിന് ഉള്ള വിഷയമാണ്. പക്ഷെ അതൊരു റിയാലിറ്റിയാണ്.